പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവരെ അവരെ കൊണ്ട് പ്രാർത്ഥന ചെയ്യിപ്പിക്കുക. ഒരു ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും? പ്രാർത്ഥനയെക്കുറിച്ചൊരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിനെയാണ് സ്റ്റെപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠനം. അതിൽ കൊറോണറി ആർട്ടറി സർജറി കഴിഞ്ഞ് കിടക്കുന്ന 600 പേഷ്യൻസിൻ്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രോഗ്രാം. ഈ 600 പേരോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയും, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷേ പകുതി ആൾക്കാർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥന നടത്തുന്നുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നില്ല. ഇതാണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ ഈ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തികൾക്ക് അവരുടെ അസുഖം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്തത്. കാരണം അവർക്ക് ആങ്സൈറ്റി ഉണ്ടായി. ഈ ആങ്സൈറ്റി കാരണം അവർക്ക് സ്വാഭാവികമായി ഭേദപ്പെടേണ്ട അവസ്ഥയെക്കാളും കൂടുതൽ സമയമെടുത്തു ഭേദപ്പെടാൻ. മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ കണക്ക് നോർമൽ ടൈമിൽ തന്നെ അസുഖം ഭേദപ്പെട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് അതിൽ 600 അല്ല 500 പേഷ്യൻസിനാണ് ഇതേ കാര്യം പറഞ്ഞു. അതായത് നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തില്ല, പ്രാർത്ഥനയെ നടത്തിയില്ല, ഒന്നും സംഭവിച്ചില്ല. ഈ രീതിയിലാണ് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് മോഡൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതുകൊണ്ട് യാതൊരു ഗുണമില്ല, ഒരുപാട് സമയം നഷ്ടമാകുന്നു, നമ്മൾ വെറുതെ സമയം ചിലവാക്കുന്നു, പണം ചിലവാക്കുന്നു.